പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥന ഫേസ്ബുക്ക് ലൈവിലൂടെ ഒരിക്കലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അവസരമൊരുക്കി തന്ന പാസ്റ്റർ ബെൻസൺ ദാനിയേലിനും കുടുംബത്തിനും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തന്നോട് ചേർന്ന് ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ദൈവദാസൻ അല്പസമയം ഒരു ചെറിയ മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ദിവസം മുതൽ ഒരു ചെറിയ ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ആ ചിന്ത എൻ്റെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ തന്നെ യൂദാ അപ്പോസ്തലൻ പറയുന്നത് പോലെ പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ പോരാടണമെന്ന് തനിക്ക് എഴുതുവാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ ഞാൻ ധ്യാനിച്ചതും ചിന്തിച്ചതുമായ ആ വിഷയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി മറ്റൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായി. ഇന്ന് രാത്രികാലം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ചെറിയ ചിന്തയാണ്. സദൃശവാക്യം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. വിശ്വസ്തത എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് മൂന്നായി തരംതിരിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം നമ്മിൽ തന്നെ കാണേണ്ടതായിട്ടുള്ള ഒന്നാണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം ഇത് നാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്. എന്നാൽ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം നോക്കുമ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരിക്കൽ ഒരു യുവ ദമ്പതികൾ ഒരു പെട്രോൾ പമ്പിൽ, ആ സമയത്ത് മറ്റുള്ള ജോലിക്കാർ വളരെ ബിസി ആയതിനാൽ പെട്ടെന്ന് ആ പെട്രോൾ പമ്പിൻ്റെ ഉടമ ഓടി വന്ന് തൻ്റെ കയ്യിലിരുന്ന ക്യാമറ ആ കാറിൻ്റെ മുകളിലോട്ട് വെച്ച് പെട്രോൾ അടിച്ചതിന് ശേഷം താൻ വേഗത്തിൽ പൈസ വാങ്ങിപ്പോയി. പക്ഷെ താൻ ക്യാമറ എടുക്കുവാനായിട്ട് മറന്നുപോയി. ആ വാഹനം മുൻപോട്ടെടുത്തു. അങ്ങനെ അല്പം മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തിന് സിഗ്നൽ കൊടുത്തു ആ ക്യാമറ ഇരിക്കുന്നതിനെ കുറിച്ച്. പെട്ടെന്ന് വണ്ടി നിർത്തിയവർ ആ ക്യാമറ കയ്യിലെടുത്ത് തിരിച്ച് പെട്രോൾ പമ്പിലേക്ക് വരുവാനിടയായി. പെട്രോൾ പമ്പിലേക്ക് വന്ന് ആ ക്യാമറ അദ്ദേഹത്തെ തിരിച്ചേൽപ്പിച്ചപ്പോൾ ആ ഉടമ പറഞ്ഞു, നിങ്ങളൊന്ന് വെളിയിലിട്ട് ഇറങ്ങി നിൽക്കണം, നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണം. നിങ്ങളെപ്പോലെ സത്യസന്ധതയുള്ളവർ ഈ ലോകത്തിന് ആവശ്യമാണ്. അദ്ദേഹം ആവുന്നത്ര നിർബന്ധിച്ചിട്ടും അവർ വെളിയിലോട്ട് വരാതെ അവിടെ തന്നെ ഇരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഫോട്ടോ എടുക്കരുത്, ഇതെൻ്റെ ഭാര്യയല്ല, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണ്. നോക്കണം പ്രിയമുള്ളവരെ, ഒരു ക്യാമറയുടെ കാര്യത്തിൽ അവർ വിശ്വസ്തത കാണിച്ചപ്പോഴും കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിപ്പാനിടയായി തീർന്നു. ഈ കാലഘട്ടം നമ്മെ വിളിച്ചറിയിക്കുന്നത് മനുഷ്യർ അവിശ്വസ്തരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയും പരാതിയും അതുതന്നെയാണ്.
യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നോക്കണം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ ഫലമേൽപ്പിച്ചതിൽ നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദേശത്ത് വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. നമുക്കറിയാം, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. സാക്ഷ്യം, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. നമുക്കറിയാം, ദേശത്ത് നമുക്ക് സാക്ഷ്യമുണ്ടാകണം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ശമൂവേലിനെ കുറിച്ച് പറയുന്നത്, ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേൽ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. നോക്കണം, ദൈവത്തിന്റെ സാക്ഷ്യം മാത്രമല്ല, ഒരു ഭക്തൻ ആവശ്യം ദേശത്തും സാക്ഷ്യമുണ്ടാകണം. ഇവിടെ പറയുന്നു, ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേലൊക്കെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവത്തെ നോക്കിയാൽ മതി, നമ്മളെ നോക്കണം. അല്ല പ്രിയമുള്ളവരെ, ലോകം നമ്മെ വീക്ഷിക്കും, നമ്മെ നോക്കും. ചിലവർ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവനായ യേശുവിനെ നോക്കുക. നിങ്ങൾ യേശുവിനെ നോക്കിയാൽ മതി, ഞങ്ങളെ നോക്കണ്ട. അല്ല, നമ്മെ എല്ലാവരും തീരും. എന്നെയും നിങ്ങളെയും ദൈവം നോക്കും, എന്നെയും നിങ്ങളെയും ദേശം നോക്കും. നാം സാക്ഷ്യമുള്ളവരെ വിശ്വസ്തന്മാരായി നിൽക്കണമെന്ന് നാം ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. അതേ, നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം ആദ്യം മുതൽ നമുക്ക് പഠിക്കുവാൻ കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അവർ കൂടി വന്നു. അവരുടെ പാപങ്ങളെ അവർ ഏറ്റുപറയുവാനായി തുടങ്ങി. 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന അവൻ അബ്രഹാം എന്ന് പേരിട്ട നീ തന്നെ. പിന്നെയും അവിടെ പറയുകയാണ് 9-ാമത്തെ ഭാഗത്തിൽ, മിസ്രൈമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവന്റെ സകലദാസന്മാരുടെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ചു ദുശാഠ്യം കാണിച്ചു, നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു. അനുസരിക്കാൻ മനസ്സിലായിരുന്നു. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുറ്റുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കി കിണറുകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും അനവധി ഫലവൃക്ഷങ്ങളും കൈവശമാക്കി അവർ തിന്ന് തൃപ്തിപ്പെട്ടു പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മ സുഖിച്ചുകൊണ്ടിരുന്നു. നോക്കണം, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് അവർ വ്യക്തമായി മനസ്സിലാക്കി. എന്നാൽ 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ
അവർ ദൈവത്തോട് അനുതപിക്കുകയാണ്. അവരിലുണ്ടായിരുന്ന വിശ്വസ്തത നഷ്ടപ്പെട്ടപ്പോൾ അവർ ദൈവസന്നിധിയിൽ അനുതപിക്കുകയാണ്. 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെ നീ നീതിമാൻ തന്നെ, നീ വിശ്വസ്തത കാണിച്ചിരിക്കുന്നു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. നോക്കണം, അനുതാപ ഹൃദയത്തോടെ അവർ മടങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരാണെങ്കിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയാലും, ഏതെല്ലാം രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയാലും, വിശ്വസ്തന്മാരാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ വിടുവിക്കുവാനിടയായി തീരും. സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതേ ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. പ്രവാചകനായി യെശയ്യാവ് ചെന്ന് ദൂത് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഹിസ്കിയാവ് തന്റെ മുഖം ചുവരിന് നേരെ തിരിച്ചിട്ട് താൻ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. എന്താണ് നിലവിളിച്ചത്? എന്താണ് താൻ പ്രാർത്ഥിച്ചത്? നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, തൻ്റെ പ്രാർത്ഥന ഹൃദയം തകർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 38-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ള ചെയ്തത് ഓർക്കണമേ എന്ന് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നോക്കണം, ഹിസ്കിയ രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് വേണ്ടി പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു ഓർക്കണമേ എന്ന് താൻ ദൈവസന്നിധിയിൽ അതേ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ അതേ സ്തോത്രം പ്രവാചകൻ മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് അരുളപ്പാട് അറിയിക്കുകയാണ്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. നോക്കണം ദൈവമക്കളെ, ജീവിതത്തിൽ കൂടി പ്രശ്നങ്ങൾ കൂടി നാം കടന്നു പോകുമ്പോൾ, നാം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തെങ്കിൽ, നാം ദൈവത്തിന് അതേ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ ദൂത് പറഞ്ഞപ്പോൾ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. താൻ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അവിടെ ദൈവത്തിൻ്റെ വിടുതൽ കാണുവാനിടയായി. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും ദൈവസന്നിധിയിൽ നിന്നൊന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏതെങ്കിലും പ്രശ്നത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ദൈവം നമ്മെ ശക്തീകരിപ്പാൻ ശക്തനാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. ഇവിടെ ഹിസ്കിയാവിനെ സൗഖ്യമാക്കിയെങ്കിൽ നമുക്കും സൗഖ്യം തരുവാൻ കർത്താവ് ശക്തനാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ നാം ചെയ്യുന്ന ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 101-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നോക്കണം ദൈവവേദലേ, ദേശത്തിലെ വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. ദൈവം അവരെയാണ് നോക്കുന്നത്. എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? അവർക്ക് വേണ്ടിയാണ്
ദൈവം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറയും, ദേശത്തിൽ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നുണ്ട് പ്രവർത്തിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കണം, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നുണ്ട് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവവേദിലെ ദൈവദാസന്മാരെ, ദൈവത്തിനുണ്ട് വിശ്വസ്തയോടെ ഞാനും നിങ്ങളും നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ മേൽ ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞ് നമ്മെ നടത്തുവാൻ ശക്തനാണ്. അതേ സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ ഒരു വിശ്വസ്തനായി ദൈവസന്നിധിയിൽ കാണപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ അതിന്റെ അവസാനം കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദിനായ ദാരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ആ കാലത്ത് രാജ്യം ഭരിക്കുവാനായിട്ട് ചില പ്രധാന ദേശാധിപതിമാരെ തെരഞ്ഞെടുത്തു. അവരിൽ പ്രധാനിയായിട്ട് ദൈവം ദാനിയേലിനെ തെരഞ്ഞെടുത്തു. രാജാവ് ദാനിയേലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ ദാനിയേലിനെ തെരഞ്ഞെടുത്തത് അധ്യക്ഷന്മാർക്കും പ്രധാന ദേശാധിപതിമാർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ എങ്ങനെയും ദാവീദിനെ പുകച്ചു വെളിയിൽ ചാടിക്കുവാനായിട്ട് നോക്കണം, ദാനിയേലിന്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുവാനായി അവർ ദാനിയേലിന്റെ പിന്നാലെ നടക്കുവാനിടയായി. എന്നാൽ ദാനിയേൽ 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായതുകൊണ്ട് ഒരു തെറ്റും കുറവും അവനിൽ കണ്ടെത്തിയില്ല. ദാനിയേലിന്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ, കുറവുകൾ കണ്ടുപിടിക്കുവാൻ അധ്യക്ഷന്മാരും ദേശാധിപതിമാരും അവന്റെ പിന്നാലെ നടന്നിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണ സംബന്ധമായി ദാനിയേൽ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് ഏകദൈവമായ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അതല്ലാതെ മറ്റൊരു കുറ്റവും ഒരു കാരണവും അവർക്ക് കണ്ടെത്തുവാനായി കഴിഞ്ഞില്ല. എന്നാൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതേ സ്തോത്രം, ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ അതേ 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കണം, ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതല്ലാതെ യാതൊരു കുറ്റവും ദാനിയേലിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ദാനിയേൽ വിശ്വസ്തനായിരുന്നു. പട്ടണത്തിൽ വിശ്വസ്തനായിരുന്നു, ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു. അതേ സ്വരം എല്ലാ നിലകളിലും ദാനിയേല് വിശ്വസ്തനായിരുന്നു. അവിടെ പറയുന്നത് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ, മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മളിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ദൈവത്തിൻ്റെ പ്രമാണമല്ലാതെ മറ്റൊന്നും നമ്മിൽ കാണുവാൻ പാടില്ല. നാം ദൈവസന്നിധി വിശ്വസ്തരാണോ, ദൈവം നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഇന്ന് രാത്രികാലം വിശ്വസ്തരായിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവമായിട്ടുള്ള ചില കടപ്പാടുകളുണ്ട്. നാം വിശ്വസ്തരാണെങ്കിൽ ദൈവമായിട്ടുള്ള ചില കടപ്പാടുകൾ നമുക്ക് ദൈവത്തോടുണ്ട്. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. നോക്കണം, ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിലൊക്കെയും
ദാൻ മുതൽ ബേർശേബ വരെയുള്ള എല്ലാ ഇസ്രായേലിലൊക്കെയും ശമൂവേൽ പ്രവാചകൻ വിശ്വസ്ത പ്രവാചകൻ എന്ന് എണ്ണപ്പെടുവാനിടയായി. ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിക്കുക. നാം ദേശത്ത് പാർത്ത് വിശ്വസ്തയോടെ നിന്നാൽ ദേശത്തിന്റെ നടുവിൽ നമ്മെ മാനിപ്പാൻ കർത്താവ് ശക്തനാണ്. നമ്മുടെ സ്വദേശത്ത് ദൈവം നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. അതേ സ്ഥലം ദേശത്ത് നമ്മൾ സാക്ഷ്യം വഹിക്കണം. ദൈവത്തിന്റെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, 92-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കും നല്ലത്. നോക്കണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് വർണ്ണിക്കണം. കഴിഞ്ഞ രാത്രികാലം എത്രയോ പ്രിയപ്പെട്ടവർ കിടന്നുറങ്ങി. ഈ രാവിലെ സമയം എഴുന്നേൽപ്പാൻ കഴിയാതെ അല്ലെ ലോകം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ പ്രഭാതം കണ്ടുണരുവാൻ കർത്താവ് സഹായിച്ചു. ഈ പ്രഭാതത്തിൽ നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്തു, എവിടെയെല്ലാം കടന്നുപോയി, എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കും നല്ലത്. അതേ പ്രിയമുള്ളവരെ, രാത്രിയിൽ നാം കിടക്കയിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഈ രാത്രിയിൽ കർത്താവേ, ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നു, സുഖകരമായ ഉറക്കം തന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം ദൈവസന്നി നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അതാ പറയുന്നത്, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കും നല്ലത്. ഒരു ദൈവം ഇതിലെപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം. 103-ാം സങ്കീർത്തനം നമുക്കറിയാവുന്ന വാക്യമാണ് 1-ാമത്തെ വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അതിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതേ പ്രിയമുള്ളവരെ, നാം തലക്കെട്ട് വായിച്ച നാം എടുത്ത വാക്യം സദൃശവാക്യം 28-ാമത്തെ 20-ാമത്തെ വാക്യമാണല്ലോ, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. അതേ, ഒരു കാലത്ത് ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ മുഴുകി മുന്നോട്ട് പോയ ഞാൻ കർത്താവിനെ കണ്ടെത്തി, കർത്താവിന്റെ ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം ഹല്ലേലൂയ വട്ടപൂജ്യമൻ ശൂന്യമായിരുന്നു. അത് ഭൗതികത്തിൽ, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അതേ സ്തോത്രം ഭവനമില്ലാതെ ഭാരപ്പെട്ടു. അതേ തലമുറയുള്ള ഭാവി എന്താകുമെന്ന് ചിന്തിച്ചു. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാനിടയായി. ദേശത്ത് ഒരു ഭവനം ദൈവം തന്നു. തലമുറയുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദേശത്ത് നടക്കുവാനിടയായി. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസേനയിൽ വിശ്വസ്തരാണോ? നാം വിശ്വസ്തരാണോ? നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം നമുക്ക് അറിയാവുന്ന ഒരു തിരുവചനമാണ്. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് 1 താലന്ത്, മറ്റൊരു മനുഷ്യൻ 2 താലന്ത്, മറ്റൊരു മനുഷ്യനും 5 താലന്ത് കൊടുത്തു. എന്നാൽ അവരെ ആ പരദേശത്ത് പോയ ആ മനുഷ്യൻ തിരികെ വന്ന് താലന്ത് ചോദിച്ചപ്പോൾ 1 ലഭിച്ചവൻ അവൻ പറഞ്ഞ് ഞാൻ കുഴിച്ചിട്ടു. എന്നാൽ 2 ലഭിച്ചവൻ 2 കൂടെ നേടി, 5 ലഭിച്ചവൻ 5 കൂടെ നേടി. അവർക്ക് ലഭിച്ച താലന്തുകൾ അവർ ദൈവസേന വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളിൽ ലഭിക്കുന്നതായ ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നാം വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ, നാം വിശ്വസ്തയോടെ ദൈവസേനയിൽ അത് വിനിയോഗിച്ചാൽ നമ്മുടെ താലന്തുകളെ ദൈവം വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. ആ 2 കൊടുത്തവൻ 2 കൂടെ നേടി. 5 താലന്ത് കൊടുത്ത വ്യക്തി 5 കൂടെ നേടുവാനിടയായി. കർത്താവ് പറയും, നന്ന്
നല്ല വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ കാര്യവിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. നോക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ദൈവം അവരെ വിളിക്കുവാനിടയായി. എന്നെയും നിങ്ങളെ നോക്കി ദൈവം നല്ല ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വസ്തദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും വിശ്വസ്ത നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വിശ്വസ്തയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം നമുക്ക് ദിവസത്തിൽ ഒന്ന് മടങ്ങി വരാം. കർത്താവേ, ജീവിതത്തിൽ വിശ്വസ്തയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്, ജീവിതത്തിൽ ഭംഗം വന്നിട്ടുണ്ട്, എന്നെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം മടങ്ങി വന്ന് ദൈവസ്ഥലം അനുദപിച്ചപ്പോൾ ദൈവം അവരെ ക്ഷമിച്ച് പിന്നെയും വഴി നടത്തുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ, കുറ്റമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം ക്ഷമിച്ച് വഴി നടത്തുവാൻ കർത്താവ് ശക്തനാണ്. നാം എന്നുവരെ ദൈവസ്ഥന് വിശ്വസ്തരായിരിക്കണം. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നാം വിശ്വസ്തരായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, സ്മുർണ്ണ സഭയോട് അതേ പറയുന്ന ഒരു തിരുവചനം, സ്നാനപ്പെട്ട് അതേ സ്തോത്രം കരയിലേക്ക് സ്നാനാർത്ഥി കയറും മുമ്പ് സ്നാനപ്പെട്ട വ്യക്തിയോട് ആ സ്തോത്രം തലയിൽ കൈവച്ചിട്ട് സ്നാപകൻ പറയും, ആ സ്തോത്രം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. നോക്കണം, എപ്പോൾ വരെ വിശ്വസ്തരായിരിക്കണം? നമ്മുടെ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം നാം വിശ്വസ്തരായിരിക്കണം. ഇവിടെ പറയും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അതേ പ്രിയമുള്ളവരെ, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാണ്. അതേ വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവാൻ കർത്താവ് ഹല്ലേലൂയ നമ്മെ പിന്നെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. അതേ സ്തോത്രം, ഈ ലൈവിൽ പലവിധമായ തടസ്സങ്ങൾ നേരിടുവാനിടയായി. അതേ എങ്കിലും അല്പസമയം നിങ്ങളുമായിട്ട് ലഭിച്ച തിരുവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടി പ്രാർത്ഥിച്ച് എൻ്റെ മെസ്സേജ് ഞാനിവിടെ നിർത്തുകയാണ്. അതേ സ്തോത്രം, കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ രാജൻ പീറ്റർ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ആ പ്രിയ സഹോദരന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് ബ്രദർ ജോസ് ലിവർ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു. ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ ഡോക്ടർ ജോസ് തോമസ് ആ സ്വതന്ത്ര ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ്. ആ പ്രിയ ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥന ധ്വനി ലൈവിലൂടെ അനേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിനൊക്കെ ദൈവം വിടുതൽ തരുവാനിടയായി. ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കും. അതിനെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദിയമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ രാജൻ പീറ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താൻ ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുകയാണല്ലോ. ഇന്ന് രാത്രികാലമാണ് ഇപ്പോഴേറ്റ കരം തൊട്ട് അങ്ങയുടെ ദാസനെ കർത്താവ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനെ തൊട്ട് സൗഖ്യമാക്കിയാട്ടെ. തിരുവനന്തപുരം ബ്രദർ ഹല്ലേലൂയ ജോസ് അതെന്ന് പറയുന്ന സൗറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവ് വിടുവിക്കണമേ, പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. സകല രോഗത്തെയും സൗഖ്യമാക്കാമെന്ന് അരുളി ചെയ്ത അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ തൊട്ട് അങ്ങയുടെ ദാസനെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. താവേ, ബാംഗ്ലൂരിലായിരിക്കുന്ന ഡോക്ടർ ജോസ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ചില നാളുകളായി താൻ ഭാരപ്പെടുകയാണല്ലോ. എൻ്റെ കർത്താവിൻ്റെ കരം അങ്ങയുടെ ദാസന്റെ ഉദരത്തിന്മേൽ തൊടുമാറാകണമേ, സൗഖ്യം കൊടുക്കുമാറാകണമേ, വിടുതൽ കൊടുക്കുമാറാകണം. നാഥാ, ഇന്ന് രാത്രികാലം ഈ ലൈവിലൂടെ അല്ല എങ്കിൽ പിന്നീട് ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ, കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള രോഗങ്ങളെ, ക്ഷീണങ്ങളെ, പ്രയാസങ്ങളെ എൻ്റെ കർത്താവ് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് വിടുതലും സൗഖ്യമായി ചിരിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.